നമസ്കാരം, ഞാൻ ആൻസി ഗ്രേഷ്യസ്. ഭാവയാമി തിയേറ്റർ ദുബായ് പ്രസൻസ് LNV ഓൺലൈൻ ഏകപാത്ര വീഡിയോ നാടകോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമഹാമാരിയുടെ ഭീതിയിൽ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ ഉത്സവങ്ങളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ഓൺലൈനിലൂടെ നാടക ഉത്സവങ്ങളുടെ രാവുകൾ തീർക്കുകയാണ് ലോകനാടക വാർത്തകൾ എന്ന രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് കൂട്ടായ്മ. കഴിഞ്ഞ 8 ഗ്രൂപ്പുകളിലായി ഏകദേശം 100ഓളം നാടകങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇഷ്ടപ്പെട്ട നാടകങ്ങൾക്ക് വോട്ട് ചെയ്തും സപ്പോർട്ട് ചെയ്തും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്നതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ആദ്യ ഗ്രൂപ്പിലെ നാടകങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇഷ്ടപ്പെട്ട നാടകങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഭാവയാമി തിയേറ്റർ ദുബായ് പ്രസൻസ് LNV ഓൺലൈൻ ഏകപാത്ര വീഡിയോ നാടകോത്സവത്തിലെ ഇന്നത്തെ ആദ്യ ഗ്രൂപ്പിലെ നാടകങ്ങൾ കാണാം. ഡോക്ടർ നന്ദകുമാർ കഴിഞ്ഞ 2 മാസത്തിലേറെയായി വൈറസ് ബാധിച്ച് 100 കണക്കിന് രോഗികളെ ചികിത്സിക്കുകയായിരുന്നു ഇയാൾ. അതിനിടയിൽ എപ്പോഴോ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. സ്വന്തം ആരോഗ്യനില ഗുരുതരമാണെന്നറിഞ്ഞ അദ്ദേഹം ഇപ്പോൾ ശാരീരികമായും മാനസികമായും തളർന്ന അവസ്ഥയിലാണ്, ഏകാന്തതയിലാണ്. നിറമാസ ഗർഭിണിയായ തന്റെ ഭാര്യയെയും 5 വയസ്സ് പ്രായമുള്ള മകളെയും നേരിട്ട് ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ ആ മനസ്സിന്ന് നേറുകയാണ്. ഏകാശ്വാസം അവരുടെ ഫോൺ വിളി മാത്രമാണ്. കേവലം കരയരുതിരാധികെ, നീ കരയുന്നത് കണ്ട് നമ്മുടെ മോളും കരയും. ഇനി കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. എന്തും നേരിടാനുള്ള ശക്തി നിനക്കുണ്ടാവണം. ഒന്നും സംഭവിക്കില്ല. ചികിത്സ കഴിഞ്ഞ് നന്ദേട്ടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. ഒരു തിരിച്ചു വരവില്ല, എനിക്കത് വളരെ നിശ്ചയമില്ല രാധികെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ മരണത്തിലേക്ക് വഴുതി വീണ രോഗികളുടെ ദയനീയമായ കണ്ണുകൾ, അത് കാണുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രത്യാശയും നഷ്ടപ്പെടുകയാണ് രാധിക. പക്ഷേ എല്ലാം നേരിടാൻ ഞാനിപ്പോ തയ്യാറായി കഴിഞ്ഞു. നിന്റെ വയറ്റിൽ വളർന്ന നമ്മുടെ കുഞ്ഞ് അതിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുമെന്ന് ഓർക്കുമ്പോ ഞാൻ തകർന്നു പോവാണ് രാധിക. നമ്മുടെ മോളെവിടെ? ഞാൻ കൊടുക്കാം. ഇല്ല മോളെ, ഡാഡി കരയില്ല. മോള് നല്ല കുട്ടിയായി അമ്മ പറയുന്നത് പോലെ അനുസരിക്കണം. ഡാഡി മോൾക്ക് ഇതിൽ പാടിത്തരാം.
മോളെ നെഞ്ചിലോട്ട് ചാരിക്കിടത്തി പതുക്കെ തലോടിക്കൊണ്ട് ഡാഡി പാടുകയാണെന്ന് കരുതി മോൾ എന്നും കിടന്നുറങ്ങണം. അയിത്തമുച്ച നീചത്വഭാവങ്ങളാണെന്ന് പഠിപ്പിച്ചു വിശ്വചിന്തകർ. അയിത്തമല്ലോ ഇന്നായുധം ഈ അദൃശ്യവൈരിയെ വെല്ലുവാൻ. അനർത്ഥമാണി ജീവിത യാഥാർത്ഥ്യമെങ്കിലും അർത്ഥമാക്കിയിടണം നാം കേവലം ആശ്രിതർ. ഇങ്ങനെ തളർന്നു പോകരുത് നന്ദേട്ടാ. രാധികെ, ഒരു പക്ഷെ ഞാൻ മരിച്ചാലും എനിക്കതിൽ ദുഃഖമില്ല. 100 കണക്കിന് രോഗികളെ ചികിത്സിച്ചിട്ടാണ് ഈ രോഗം ഞാൻ ഏറ്റുവാങ്ങിയത്. ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സേവനത്തിൽ ഞാൻ അഭിമാനിക്കും. നീ നമ്മള് മക്കളെ പഠിപ്പിച്ച് വലിയ ഡോക്ടർമാരാക്കണം. ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഇനിയും രാജ്യം നേരിടേണ്ടി വരും. അപ്പോൾ ജീവനുകൾ രക്ഷിക്കാൻ ഡോക്ടർമാരുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നമ്മുടെ മക്കളും ഉണ്ടാവണം. നീ എനിക്കിത് വേണ്ടി ചെയ്യണം മോളെ. അകലും അശേഷമീ അന്ധകാമിശ്രം അധപതിക്കുകയില്ല നാം മാനവരാശികൾ. മാനവരാശികൾ. നാടകം ആരംഭിക്കുന്നു. ഈ ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകുമോ? തുർക്കിയിലെ ഫാസിസ്റ്റ് ഭരണാധികാരി എർദോഗിന്റെ നിരോധനത്തിനെതിരെ 258 ദിവസമായി നിരാഹാര സമരം ചെയ്തിരുന്ന വിപ്ലവ ഗായിക ഹെലൻ ബോൾബെർഗ് മരണമടഞ്ഞിരിക്കുന്നു. ഓരോ ദിനവും ജനങ്ങൾക്ക് നൽകുന്നത് അടിച്ചമർത്തലും അക്രമവും കണ്ണീരും രക്തവുമാണ്. ഇത് പാടില്ല. ഒരു പുതിയ ജീവിതം ഉണ്ടാവണം. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഒരു പുതിയ ജീവിതം ഉണ്ടാവണം. തൊഴിലാളികളുടെ ആഘോഷ ദിനമായ മെയ് 1, വിപ്ലവത്തിന്റെ അനശ്വരമായ പാതയിൽ സഞ്ചരിക്കുന്ന ലോക ജനതയുടെ മെയ് 1. അങ്ങ് ദൂരെ പർവ്വതങ്ങൾക്ക് മുകളിൽ ഒരു പുതിയ സൂര്യൻ ഉദിച്ചു വരും. സമ്പുഷ്ടമായ ജീവിതം സമരങ്ങളുടെ ചക്രവാളങ്ങളിലൂടെ ജനങ്ങൾ നേടിയെടുക്കും. എന്റെ രാജ്യത്തിന്റെ ജനങ്ങളുടെ നല്ല നാളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇങ്ങനെ നിരവധി നിരവധി പടപ്പാട്ടുകളായിരുന്നു ഞാനും എന്റെ സുഹൃത്ത് ഹെലനും ഈ തുർക്കിയിലെ ലക്ഷോപലക്ഷം തൊഴിലാളികളോട് ഞങ്ങളെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. മിസ്റ്റർ ഇബ്രാഹിം ഗോഡ്സ് 1985 രൂപമെടുത്ത് ഈ തുർക്കിയിലെ ഏറ്റവും ജനസമ്മതിയേറിയ ഗായക സംഘമായി തീർന്ന നിങ്ങളുടെ ഗ്രൂപ്പ് നിരോധിത സംഘടനയായ ഉർദു ഹക്ക് എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നശിച്ച പാട്ടുകളുണ്ടല്ലോ, അതിനെ ഇവിടെ വേണ്ട. അത് മാത്രമല്ല, ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന ഒരു നാവും ഒരു പാട്ടുകളും ഭരണകൂടം വെച്ച് പൊറുപ്പിക്കില്ല. ഇത് ഈ നാടിന്റെ നിയമമാണ്, അനുസരിക്കേണ്ടുന്ന നിയമം. പാടാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകരെ മുഴുവൻ എർദോഗന്റെ ഫാസിസ്റ്റ് ഭരണകൂടം തടവിലാക്കിയപ്പോ
ഞാനും ഹെലനും നിരാഹാര സമരത്തിലിറങ്ങി. 288 ദിവസം 288 ദിവസം പാട്ടിന്റെയും പോരാട്ടത്തിന്റെയും പട്ടണിന്റെയും 288 ദിവസങ്ങൾ. ഞങ്ങളുടെ ശബ്ദം എർദോഗൻ കേട്ടില്ല. എർദോഗൻ മാത്രമല്ല, നിങ്ങൾ ആരും കേട്ടില്ല. തിരക്കുകളായിരുന്നു. എല്ലാവർക്കും വലിയ തിരക്കുകൾ. ഹെലൻ, പ്രിയപ്പെട്ട സുഹൃത്തെ, നീ ജയിച്ചു. കാരണം നീ ഒരിക്കലും എർദോഗൻ എന്ന ഫാഷിസ്റ്റ് ഭരണാധികാരിക്ക് മുമ്പിൽ മുട്ടുമുടക്കാതെ തലയുയർത്തി നിന്നു. എർദോഗൻ, നിങ്ങളൊരു പരാജയമാണ്. അമ്പേ പരാജയം. നിങ്ങളുടെ കൽത്തുറമ്പുകളെയും കൈവിലങ്ങുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അനശ്വരമായ വിപ്ലവത്തിന്റെ പോരാട്ട പാതയിലേക്ക് ഇവളിത് നടന്നു കയറിയിരിക്കുന്നു. ചരിത്രമാണിത്. ഓർത്തുവെച്ചോളൂ എർദോഗൻ. ഇവളുടെ പാട്ടിന്റെ അവസാന വരികൾ അത് നിങ്ങൾക്കുള്ളതാണ്. തൊഴിലാളികളുടെ ശബ്ദം മണ്ണും വിണ്ണും മുടച്ചു വാർത്തും. അവരുടെ തഴമ്പാർന്ന മുഷ്ടികൾ വ്യവസ്ഥിതികളുടെ തലയ്ക്ക് മുകളിൽ ആഞ്ഞു പതിക്കും. ലോകത്ത് ഒരു ദിനം വരും. സ്വേച്ഛാധിപതികൾ തകർന്നടിക്കുന്ന ഒരു ദിനം വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ഹെലൻ, നീ സുഖമായി ഉറങ്ങുക. ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാരണം ഈ ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാവും. ഈ ഇരുണ്ട കാലത്തെയും മനുഷ്യർ അതിജീവിക്കുക തന്നെ ചെയ്യും. ഞാൻ ജോണിക്കുട്ടി, തോക്കടൻ ജോണിക്കുട്ടി എന്ന് പറയും. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഞാൻ ചത്തു. എന്താ വിശ്വസിക്കാൻ പറ്റണില്ലേ? എടോ, 2 ദിവസം മുമ്പ് ഞാൻ ചത്തൂന്ന്. ഇതിപ്പോ എന്റെ പ്രേത സംസാരിക്കണേ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ചത്തിട്ട് പിന്നെ എന്തുട്ടി ചവി ഇവിടെ കിടന്ന് വർത്താനം പറയണേന്ന്. നിങ്ങക്ക് ഞാനെങ്ങനെ ചത്തേന്ന് അറിയണ്ടേ? പറയാം. അത് കേട്ട് കഴിയുമ്പോ നിങ്ങൾ എന്നെ തല്ലരുതിട്ടാ. എത്ര പെട്ടികളെ വെറുതെ ചെയ്യുന്നറിയോ? കാശെത്ര ചെലവാക്കി വെച്ചിട്ടാ. എന്നിട്ടിപ്പോ നമ്മുടെ സർക്കാർ പറയാണ് ഈ വൈറസ് ബാധിച്ച് ചത്തു കഴിഞ്ഞാ സ്വന്തക്കാരെ ഇഷ്ടത്തിന് ശവടക്കരുതെന്ന്. മൂട് ഗഡിയെ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പെട്ടിയ വേണ്ട? ചന്ദനത്തിന്റെ വേണ, ഈട്ടിയുടെ വേണ, അതാ തേക്കിന്റെ വേണ, മുരിക്കിന്റെ വരെയുണ്ട്. അതൊക്കെ ഈ ജോണിക്കുട്ടിയുടെ കടയിലുണ്ടെന്ന്. ഇപ്പൊ തന്നെ 2-3 ബംഗാളികളെ നിർത്തിയിട്ടാ ഞാൻ ഈ കണ്ട പെട്ടികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആലോചിക്കുമ്പോ തന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ കുപ്പിയുടെ മൂടി വരെ ഞാൻ നക്കി തുടച്ചു. എനിക്ക് പറ്റില്ലട്ടാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് തേഞ്ഞ്. വീടി കത്തിച്ചൊരു തീപ്പെട്ടിയില്ലാന്ന്. ഒരു തീപ്പെട്ടിയില്ലടോ ഇവിടെ. ഒരു തീപ്പെട്ടി. എന്തിനാ ജീവിക്കണേ? ഈ ജോണിക്കുട്ടിക്ക് ഇപ്പൊ എന്തിനാ ജീവിക്കണേ? എന്റെ അപ്പനമ്മയും മരിച്ചു. എനിക്കാണെങ്കിൽ പിള്ളേരും ഇല്ല. എന്റെ ഭാര്യ തന്നെ കൂടെ ഇറങ്ങിപ്പോയി. ഈ വീടിറങ്ങി കടം കയറി മുടിഞ്ഞ് പണ്ടാറിറങ്ങി. എന്റെ തൊഴിലിനെ കളിയാക്കാത്ത ഒരുത്തം പോലും ഇല്ല ഇവിടെ. ഇത്രയ്ക്കായിട്ട് ക്ഷമിക്കാനേ ജോണിക്കുട്ടി കർത്താവുന്നല്ല. നിങ്ങൾ ഇത് കണ്ട വൈറസ് പോവാൻ വേണ്ടിട്ടേ
കയ്യുമ്മ തേച്ച് പിടിപ്പിക്കാനുള്ളതാ. നമ്മുടെ ബംഗാളി പിള്ളേര് കൊണ്ടുവച്ചതാ. ഇത് ഇങ്ങനെ ഈ കയ്യിലേക്ക് എടുത്തട്ടെ. ഇങ്ങനെ കൊറോണ ഇതിങ്ങനെ ഈ കൈ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. ഈ ഗ്ലാസ്സിലേക്ക് ഒരു ലാർജൻ ഞങ്ങളുടെ ആയിക്കോട്ടെ. വീട്ടിലിരുന്ന് കൈ കഴുകണം പോലും ഈ ജോണിക്കുട്ടിയുടെ പട്ടി കഴുകും കൈ. ഇതിൽ ആൽക്കഹോൾ ഉണ്ടെന്നല്ല പറയണ്. ഞാനിപ്പോ ഇത് കുടിച്ചു കാണിച്ചു തരാം. ഈ തോക്കണം ജോണിക്കുട്ടിയെ പറഞ്ഞതാ. എന്തൊരു കോമഡി ഉണ്ടായല്ലേ. സത്യം പറഞ്ഞ ശരിക്കും എനിക്ക് ജീവിക്കാൻ തോന്നുക. 10,000-കണക്കിന് ജനങ്ങളാ ആ ശുദ്ധീകരണ കവാടത്തിന്റെ മുന്നിൽ വരി നിൽക്കണത്. കറുത്തോണ്ണ വെളുത്തോണ്ണല്ലാണ്ട് ഈ വൈറസ് പിടിച്ചാത്ത ലോകത്തുള്ള എല്ലാവന്മാരുണ്ട്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാ കാണാം. ജീവിച്ച് കൊതി മാറിയിട്ടില്ല. പണ്ടെന്റെ ചെറുപ്പത്തിലെ നമ്മുടെ മഞ്ചാടിക്കുന്നിനെ മോടിയത് ഈ വസൂരി പിടിച്ച് ചാവാൻ കിടക്കുന്നവരൊക്കെ ഇത്തരം നിലവിളി അതിങ്ങനെ ഇടവിട്ട് കേക്കാം. അതെ, എല്ലാ ശവപ്പെട്ടി കച്ചവടക്കാരും എന്നെ പോലെ അല്ലാട്ടാ. നമ്മുടെ അപ്പൻ കുര്യാക്കോസ് അപ്പനെ ഓരോ പെട്ടി ഉണ്ടാക്കണതേ നെഞ്ചി പൊട്ടിട്ടാ. നല്ലൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്കിനി പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റൂട്ടാ. നമ്മുടെ സർക്കാരും ഡോക്ടർമാരും പറഞ്ഞിട്ട് നടന്നാ മതി. ഇത് അപ്പൊ ഇതല്ല, ഇതിനപ്പുറത്തെ വൈറസിനെ വരെ നമ്മൂട് ഓടിക്കാന്ന് ഈ ജോലിക്കുട്ടിയാ പറയണേന്ന്. എന്നെ കേട്ടിയ വെറുതെ ചത്തട്ട് വൈകിട്ട് പോസ്റ്റ് ആവണ്ടാന്ന്.
അതിന്റെ വ്യാഖ്യാനം നിങ്ങളും കേട്ടതല്ലേ? ഈജിപ്തിൽ പിറക്കാനിരിക്കുന്ന ഒരു ഇസ്രയേലി വംശജൻ ഭാവിയിൽ ഈ ഫറോവയുടെ സിംഹാസനത്തിന്റെ അന്തകനാകുമെന്നാണ് രാജഗുരു പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇന്നു മുതൽ നമ്മുടെ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ ഇസ്രയേലി ആൺകുഞ്ഞിനെയും വധിക്കാൻ നാവിതാ കൽപ്പനയാകുന്നു. നമ്മുടെ മന്ത്രിയെ വിളിക്കൂ. എന്തായി കാര്യങ്ങൾ? എന്തിനു പോകുന്ന നമ്മുടെ രാജ്യത്തെ സ്ഥിതിഗതികൾ? ഇതുവരെയായി 70-ലധികം ഇസ്രയേലി കുഞ്ഞുങ്ങളെ നമ്മുടെ ഭടന്മാർ വധിച്ചതായി നമ്മൾ കൽപ്പന കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടല്ലോ അല്ലേ? മോസസ്, വലുതായാൽ ആരായി തീരാനാണ് നിനക്ക് ആഗ്രഹം? ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനാകേണ്ടവനാണ്. അതിനുവേണ്ട എല്ലാ യോഗ്യതകളും ഓരോന്നോരോന്നായി നീ കരസ്ഥമാക്കണം. പ്രിയേ, നീ എന്റെ ജീവനാണ്. നീ എനിക്കെല്ലാം എല്ലാമാണ്. നിന്നോടുള്ള എന്റെ പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് ഈ ഇസ്രയേലി ബാലൻ തന്നെ മതിയായ സാക്ഷിയല്ലേ? നൈൽ നദിയിൽ നിന്ന് ആരും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ലഭിച്ച ഇവനെ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ വളർത്താൻ നാം തീരുമാനിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു, നിനക്ക് വേണ്ടി മാത്രം. പ്രിയേ, ഒരു ചുടുചുംബനം കൊണ്ട് എന്നെ നീ അനശ്വരനാക്കും. അകാരണമായി ഒരു ഈജിപ്ഷ്യൻ പോലെ വധിച്ച നിനക്കുള്ള ശിക്ഷ മരണമാണ്. ഇത്രയും കാലം ഒളിവിൽ പോയ നീ എവിടെയായിരുന്നു? നിനക്ക് വരാൻ പോകുന്നത് ഇരുണ്ട കാലമാണ്. അനാഥനായ നിന്നെ ഈ കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും നമ്മൾക്കൂടെ നിനക്കൊരു സംരക്ഷകനും നിനക്കൊരു ദൈവവും. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൽ രാജ്യങ്ങളായ നാം തന്നെയാണ് ഇന്ത്യയിൽ ഇസ്രയേലി അടിമകളുടെയും ഈ രാജ്യത്തെ സർവ്വധർമ്മങ്ങളുടെയും സംരക്ഷണം. നിങ്ങളുടെ എല്ലാം ഉന്നതനായ ദൈവവും നാം തന്നെയാണ്. എന്നെ ഞാൻ വധിക്കണം, എന്നേക്കുമായി കൽത്തുറുക്കലാകണം. നാളെ ഈ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്നു. കോടികളോടെയും ജീവിക്കേണ്ടിയിരുന്നു. എല്ലാവരും കേട്ടോ, അവന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് തല കാണില്ല. നിലത്തിട്ട താമ്പാകുന്നതാണ് നീ ദൈവദൂതനാകുന്ന തെളിവ്. ഇതിനേക്കാൾ എത്രയോ ജാഗ്രത ആരുടെ എല്ലാം പിടിക്കും. നമ്മോട് നീതി ചെയ്യുന്ന ക്ഷമയുടെ എല്ലാ അതിർവരങ്ങളും തകർത്തിരിക്കുന്നു. ഈജിപ്തിൽ തന്നെ കൊന്നത് കേട്ടത് നമുക്ക് വിശ്രമമില്ല. എന്റെ അവസാനം എടുത്തിരിക്കുന്നു. എവിടെ നമ്മുടെ പടത്തല? ഇത് തന്നെയാണ് സുവർണാസം. എല്ലാവരെയും വധിച്ചേക്കും. കുളിച്ചിരുന്നല്ലോ. അയ്യോ, അന്ത്യമായ നാശം. മോസസിന്റെ ദൈവത്തിന് മുന്നിൽ നാം ഇതാ ശിരസ്സ് നമിക്കുന്നു.
അതുതന്നെയാ എനിക്കത് തന്നെയാ. എല്ലാ ലക്ഷണങ്ങളും ഒത്തുവന്നിരിക്കുന്നു. ഇനി ഒരു കുറ്റവാളിയെ പോയി തടഞ്ഞു അല്ലേലും നഗരത്തിന്റെ ആണല്ലോ. അച്ഛനും അമ്മയും പോലെ അന്യരെ പോലെ അന്ന് മാറി നിൽക്കുന്നു. ഭാര്യയും മക്കളും അതിനേക്കാളും ദൂരത്തില്. സംശയത്തിന്റെ പേരിൽ ഇതെല്ലാം സത്യമായിരിക്കും. എനിക്ക് വയ്യ. നാട്ടിൽ അറബി ആർക്കും ദുഃഖം സഹിച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ആർക്ക് മാറിപ്പോയി. അത് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഞാൻ മാത്രമല്ല നിങ്ങൾ സഹിക്കുന്നേ. ഞാൻ മാത്രമല്ല നിങ്ങൾ സഹിക്കുന്നെന്ന് പകർത്തണം. എല്ലാവരിലേക്ക് പകർത്തണം. എല്ലാവരും അനുഭവിക്കട്ടെ. എല്ലാവരും അറിയട്ടെ എന്റെ വേദന. സ്വഭാവങ്ങളോടാണ് ഇത് പകരുന്നത്. തേച്ച് പിടിപ്പിക്കണം. തുപ്പി നിറക്കണം എല്ലായിടത്തും. എല്ലാവരിലേക്ക് പകർത്തും. പൊന്നുമോളും അമ്മൂന്ന് കൊടുക്കണം. ഇന്നലെ കൂടെ അച്ഛന്റെ കൂടെ കിടക്കണമെന്നുള്ള വാശി പിടിച്ച് കരഞ്ഞതല്ലേ അവള്. അമ്മൂന്ന് കൊടുക്കണം. വേണ്ട, അമ്മൂന്ന് കൊടുക്കണ്ട. എന്ന് മണ്ടത്താണ് ഈ പറയുന്നത്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് കറങ്ങിത്തിരിഞ്ഞ് എല്ലാവരിലേക്കും എത്തും. അങ്ങനെ ഒരാൾ മാറ്റി നിർത്താൻ പറ്റില്ല. പകരട്ടെ, ഇതെല്ലാവരിലേക്കും പകരട്ടെ. എല്ലാം നശിച്ച് മാറത്തിൽ കാണട്ടെ. എന്താണോ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കൃത്യയിലെ പട്ടാളക്കാര് ഏത് നിമിഷവും മരണത്തെ കാത്ത് രാജ്യത്തെ രക്ഷിക്കുന്നില്ലേ? അവര് എല്ലാവരും മരിക്കട്ടെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താ ചെയ്യാ? കിട്ടുന്നില്ലല്ലോ. അമ്മൂ, എന്തിനാ മോളെ കുത്തുന്നത്? അപ്പുറത്തെ വീട്ടിൽ അമ്മ അസുഖമായി തിരിച്ചു വന്നു. 80 വയസ്സിൽ ഈ രോഗത്തിന് മരുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. ആശുപത്രി പോയാൽ എനിക്കെല്ലാം ശരിയാവുമായിരുന്നു. രോഗം പകരാണ്ട് നോക്കണം. രോഗം ആരെങ്കിലും പകരാൻ പാടില്ല. അമ്മ മോളെ ആരെ വിളക്കി അച്ഛൻ ആശുപത്രിയിലേക്ക് പോ.
ആരും മരിക്കണ്ട. ഒരു നിമിഷം ഞാനൊരു മൃഗത്തെ പോലെയല്ലോ ദൈവം. ഈ രോഗം ആരിലേക്ക് പറയാൻ പാടില്ല. എനിക്ക് കാക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു പട്ടാളക്കാരൻ രക്ഷിക്കുന്നത്. നമസ്കാരം. നാടകം ആരംഭിക്കും. വീടാണല്ലോ അരങ്ങ്. അപ്പോ നാടകത്തിന്റെ കഥ എന്റെ ജീവിതം. 10-20 വർഷമായി വീടിന്റെ ഈ ഒരു അവസ്ഥയിൽ ഞാനും കുടുംബവും ജീവിക്കാൻ തുടങ്ങിയിട്ട്. നീ മിണ്ടരുത്, ഇത് നാടകമാണ്. അരങ്ങിന്റെ ജീവിതഗാഥ. അതെ, എന്റെ ചങ്ക് ഭാര്യ. നാടകത്തിന് പോകുന്നത് കൊണ്ടാണ് ഈ വീടിന്റെ അവസ്ഥ മാറാത്തതെന്ന് കാലകാലമായി അവൾ പറയാൻ തുടങ്ങിയിട്ട്. കാലം, കറുത്ത കാലത്തിന്റെ ഇരുട്ടുമുറിയിൽ തനിച്ചായി പോയ ജന്മങ്ങൾ. എടാ പ്രശാന്തേ, ഇങ്ങോട്ട് പോകടാ. ഇങ്ങോട്ട് അങ്ങാടിയിലേക്ക്. അല്ല ചങ്ങായി, ഇനി വിവരമൊന്നും അറിയല്ലേ? ആളുകളൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമല്ലടോ. അതഞ്ഞ നീയൊന്നും കേട്ടില്ലേ? എനിക്ക് വിദ്യാഭ്യാസവും ഇവർ ഇത്ര കൂടിപ്പോയോണ്ടായിരിക്കും. എന്താ ചെയ്യ ഇതിനൊക്കെ? അകലാൻ പറഞ്ഞ അലയുന്ന കുറെ എണ്ണുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും അതിര് കെട്ടുന്നവർ. ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരി COVID-19. നിങ്ങൾ അലക്കിയ നാടകം. ദുരിതാശ്വാസ നിധിയിലേക്ക് 25 കോടി, 20 കോടി, 15 കോടി, 10 കോടി, 5 കോടി, 50 ലക്ഷം. കോടിന്റെ ഈ പാത്രത്തിൽ ഇത്തിരി സ്വപ്നങ്ങൾ പോലും നിറയ്ക്കാൻ കഴിയാത്ത ഞാനും ഒരു പൗരനാണ്. പണമാണു വലിയതെന്നാരോ പറഞ്ഞു, പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു. പവറാണു വലുതെന്നു പലരും പറഞ്ഞു, ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു. പണമാണു വലിയതെന്നാരോ പറഞ്ഞു, പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു. പവറാണു വലുതെന്നു പലരും പറഞ്ഞു, ഇവയല്ല വലുതെന്നു നാം ഇന്നറിഞ്ഞു. വൈറസിൽ നിന്നൊരു മോചനം നേടാൻ
സകലതും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു നാം. വൈറസിൽ നിന്നൊരു മോചനം നേടാൻ സകലതും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു നാം. അകലത്തു നിർത്തുന്നു രക്തബന്ധത്തെയും അണപൊട്ടിയൊഴുകുന്ന സ്നേഹബന്ധത്തെയും. ഒന്ന് തുറക്കട, എനിക്ക് വയ്യട. എന്തിനാ ഇവിടെ അടച്ചിട്ടിരിക്കണ കശുബലന്മാരെ? ഒന്ന് തുറക്കട, എനിക്ക് വിശന്നിട്ട് വയ്യ. 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ഒന്ന് തുറക്കുക. ഇന്നടാ എന്താ തിന്നടാ തിന്നടാ പട്ടികളെ. കുറച്ച് കഴിയുമ്പോ അവര് വരും എന്നെ തിന്നാൻ. പക്ഷെ അപ്പോഴേക്കും ഞാൻ ചത്തുപോയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് എന്റെ ശവല്ലേ കിട്ടുള്ളൂ. അത് തിന്നാനും വരും. കുറെ നാളെ ഞാൻ തിന്നും. എന്ത് ജന്മാണ് എന്റേത്. ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കുന്ന ആൾക്കാരല്ല ഞങ്ങള്. പുരാണങ്ങളിലും ഞങ്ങളുണ്ട്. പണ്ട് രാമൻ വനവാസത്തിന് പോയപ്പോ ആ പ്രദേശത്ത് ഞങ്ങളുണ്ടായിരുന്നു. മഹായുദ്ധങ്ങളില് യോദ്ധന്മാരെ തോൽപ്പിക്കാനായിട്ട് ഞങ്ങളെയാണ് മുന്നിൽ നിർത്തിയിരുന്നത്. ജീവൻ പോകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഞങ്ങൾ പതറിയിട്ടില്ല. പിന്നെയാണോ ഈ മഹാമാരി? അയ്യോ, വെളിച്ചം പോയാ. ഇതിലൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ വേദനയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്റെ ചേച്ചിമാരുടെ പാവാടിടാനും ഉടുപ്പിടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവരുടെ പൊട്ടൊക്കെ എടുത്തതേ ഇങ്ങനെ തൊടും, അവരെ വളയിടും. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ അമ്മാവന്മാർക്കും ആർക്കും അത് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം എന്റെ അമ്മ ഒരു ചട്ടകം ചൂടാക്കി കൊണ്ടുവന്ന് എന്റെ ഈ തൊടയിൽ വെച്ചു. സഹിക്കാൻ പറ്റാതെ ഞാൻ ഓടിയത്. റെയിൽവേ ട്രാക്കിലെത്തി. അവിടെ എന്നെ പോലെ തന്നെയുള്ള ഒരു ഭാവിയാണ്. ആ ഭാവിയാണ് എന്നെ രക്ഷിച്ചത്. അവരാണ് എനിക്ക് ഈ ജീവിതം തന്നത്. മൂർച്ചുള്ള കത്തി വെച്ച് എന്റെ വൃഷ്ണങ്ങൾ മുറിച്ചപ്പോഴും സ്ത്രീ ആവണം എന്നുള്ള എന്റെ ആഗ്രഹം ഉള്ളിലൊതുക്കിയപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പതറിയിട്ടില്ല. ഞാൻ അതിജീവിക്കും. കൊറോണ രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ അകപ്പെട്ട് കഴിയുന്നവർ അറിയുന്നതിനായി സർക്കാരിന്റെ അറിയിപ്പ്.
സൗജന്യ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച് 1000 രൂപയുടെ പലവ്യഞ്ജന കിറ്റ് എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്യുന്നു. കടയിൽ വന്നു വാങ്ങാൻ കഴിയാത്തവർക്കായി ഓൺലൈൻ ഏകപാത്ര നാടക മത്സരത്തിൽ ആദം കൂടാരിയുടെ കലാകാരൻ ഇസ്മായിൽ മണ്ണാണ്ടി അവതരിപ്പിക്കുന്ന നാടകം ആമിനയും പുയ്യാപ്പുറയും. ഇങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കാനുള്ള യോഗം പണച്ചോൻ അമ്മക്കും തന്നിക്ക്. എന്തേലും പറഞ്ഞ് ഒരേലെറ്റ പാടി കയ്യാകണം. നമ്മൾ നിസ്കരിക്കുന്നോണ്ട് കിണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് കിണ്ടിക്ക് നോക്കിയാൽക്കേണ്ടി വന്നിട്ടില്ല. മളോ മാൾ എന്നെ തന്നെ ഇങ്ങോട്ടേക്ക് വാ. എന്നെ തന്നെടോ. ഇജ്ജെന്റെ അറിയോ ഇനി അമ്മക്ക് ആർക്കും പുറത്തേക്കൊന്നും ഇറങ്ങിക്കൂടാവല്ലോ. മനുഷ്യന്മാരെ കൊല്ലുന്ന എന്തോ ഒരു ജിന്നുണ്ട് പോലെ ദുനിയാവിലേക്ക് ഇറങ്ങിക്ക്. എന്തോ അതിന്റെ പേര് പറഞ്ഞിക്ക്. കൊളോണേ എന്താ എനിക്കിപ്പം തിരിഞ്ഞിക്കില്ല മാറേ. ഒരു പോലീസുകാരനെങ്കിൽ നമ്മൾ അങ്ങാടി പോയാ മീമാങ്ങാൻ പോയാ ഇത് പറയുന്നത് പോലെ നമുക്കൊരു സാധനം തന്നിട്ട് മുഖത്ത് വലിച്ചിങ്ങനെ കെട്ടാന്. അതുകൊണ്ട് എന്റെ മോനോട് പറഞ്ഞേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന്. ഒരുത്തൻ കേട്ട ചെക്കനാണ് കെട്ടിക്കട്ടെ. തുടങ്ങിയത് ആമിനാണ് പിടി നേരെ വെളുത്താ തുടങ്ങി. നിങ്ങൾ പുറത്തേക്ക് തവളയോട് ഇതാ തന്നെ കുത്തില്ല. പുറത്തേക്കൊന്നും പോണ്ട. ഈ ദുനിയാവിൽ നടക്കുന്നത് എന്തെങ്കിലും അറിയോ മൂപ്പര്? 5-6 മാസമായി അതിൻ്റെ ഉള്ളിൽ കിടക്കുക. പേരിന് ഒരു ഓട് മാറ്റാൻ കയറിയതാ. പരിശോധനയിൽ 104 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 100% പേർ വിദേശത്ത് പോയിട്ട്. ഈ സുഖേട് ദുനിയാവ് മൊത്തം ഉണ്ടായിനോ? ഇല്ല മോൻ സുഖൂര് ഫോൺ പോയിട്ട് 5-6 മാസം ആയിക്കോളൂ. ഫോണൊന്നും വരുത്താനില്ല. അദ്ദേഹം പഠിച്ചവന് ആവട്ടാത്തന്നെ വരാമത് ആരാ? പെൻഷൻ മോനായിട്ട് വന്നു. മോനാണ് വെച്ചേ. ആ കല്ലുമനാണ് വെച്ചേ. അവന്റെ എത്തോളൂ. അവിടെ പടച്ചവൻ മണ്ണത്തെന്നാ മോന. കയ്യിലവനെ നയാ പൈസ ഇല്ലായിരുന്നു. അങ്ങോട്ടാണെങ്കിൽ ആരോട് ചോദിക്കാനും പറ്റാത്ത അവസ്ഥ. എന്തായാലും സമാധാനായി. അമ്മമാമന്റെ വീടേതാ? ആരാ? കിറ്റുമായിട്ട് വന്നതാണ്. ഇങ്ങോട്ട് ടോയ്ലറ്റ് അമ്മാണെന്നു പറയാ. അതോനെ ആ 2ാമത്തെ കോണി കയറി അവിടെ എത്തി. അമ്മാണോ എന്റെ അടുത്തേക്ക് കുറെ ആള് വന്നിട്ട് സാധനം എത്തി. നമ്മക്ക് നേരത്തെ പൈസയും കിട്ടി, സാധനം കിട്ടി. ഇനി എന്തിനാ നമ്മള് പുറത്തേക്ക് പോകേണ്ട ആവശ്യം? നമ്മളെ സർക്കാർ നമുക്കെല്ലാം തന്ന്. ഞാൻ വരുന്നു. ഇതാ വരുന്ന ഇങ്ങനത്തേക്കാണ് പോകുന്നത്. എണീക്കാൻ പറയാണ് നിങ്ങളെന്തൊക്കെ പോകുന്നത്. ഞാൻ വരാമില്ല. ഞാൻ എവിടെയും പോകുന്നില്ല. പുറത്തേക്കൊന്നും പോവുക. നിങ്ങൾ പോകുന്നതാവില്ല. ഞാൻ കാലത്ത് പണിയെടുത്താ മതി. നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ല. ഹാട്ടിയ ആശുപത്രിയിൽ 3 ഡോക്ടർമാർക്കുൾപ്പെടെ 14 പേർക്ക് കോവിഡ് കണ്ടെത്തി. ഹാട്ടിയ ആശുപത്രിയിൽ രോഗബാധിതരും ഡ്യൂട്ടിയിലെന്ന് നഴ്സ് മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. 5-6 മാസമായി
സങ്കടവും വേദനയും ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി ആ മുറിന്റെ അകത്ത് കഴിയ. ഇപ്പോ നിങ്ങളെ മുന്നിൽ വന്ന എന്തിനാണ് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സർക്കാർ നൽകിയ നിർദ്ദേശം നിങ്ങളൊക്കെ പാലിക്കുക. എന്നാൽ ഈ മഹാരോഗം കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. കുടിക്കാൻ കുറച്ച് വെള്ളങ്ങൾ താ. ക്വാറന്റൈൻ പീരീഡ് ആണെന്നും പറഞ്ഞ് ഈ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് കുറെ ദിവസങ്ങളായി. ഇതിലും ഭേദം ഗൾഫ് തന്നെയായിരുന്നു. അവിടെ സ്വസ്ഥ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോ അതേക്കാൾ കഷ്ടമായി ഇവിടെ. സർക്കാർ പോലും ഇത്ര നിയന്ത്രണങ്ങളില്ല. അല്ലാത്തപ്പോ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഏത് സമയം പോടാ, എന്നാ വരാന്ന് ചോദിച്ചു. ഇതിപ്പോ വന്നു കഴിഞ്ഞപ്പോ ഒരാൾക്ക് എന്നെ കാണുക വേണ്ട, പറയുക വേണ്ട, അടുത്ത് വരിക വേണ്ട. എന്ത് ചൂടുവെള്ളം? ഇപ്പൊ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചോദിച്ചത്, അല്ലെങ്കിൽ ഡ്രസ്സിനുള്ള വെള്ളം ചൂടുവെള്ളമല്ല. കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ ബക്കറ്റിൽ ചൂടുവെള്ളം റെഡിയാണത്. ആകെ ഒരു മാസത്തെ ലീവാണുള്ളത്. എവിടേക്ക് പോകണം, ആരൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചു വന്നത്. മോളെ ഗൗരി, നീയെങ്കിലും ഒന്ന് അച്ഛന്റെ അടുത്തേക്ക് വാ. എത്ര ദിവസമായി അച്ഛനൊരു ഉമ്മ തന്നിട്ട്. ദൈവമേ, ഇതെന്ത് പരീക്ഷണ. അച്ഛന്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടമല്ല അച്ഛ. അഥവാ അച്ഛന് അസുഖം ഉണ്ടെങ്കിൽ അതെനിക്കും കൂടി പകരൂല അച്ഛ. അതുകൊണ്ടാ അച്ഛ ഞാൻ അങ്ങോട്ട് വരാത്ത. അല്ലാതെ അച്ഛനോട് ഇഷ്ടമല്ല അച്ഛ. നിങ്ങൾ കേട്ടോ എന്റെ മോള് പറഞ്ഞത്? അച്ഛനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലാതെ സൂക്കള് പകർന്ന് വിചാരിച്ചിട്ട് വരാത്തത്. ശരിയല്ലേ? അഥവാ എനിക്ക് അസുഖമുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് അത് പിടിക്കില്ലേ? വേണ്ട വേണ്ട മോളെ, വേണ്ട. അതുകൊണ്ടായിരിക്കില്ലേ സർക്കാരും വീട്ടുകാരൊക്കെ എന്നെയും മുറിയിലിട്ട് പൂട്ടാൻ നിർബന്ധിച്ചത്? വേണ്ട മോളെ, നീ അടുത്തേക്ക് വരണ്ട. അച്ഛനി കുറച്ച് ദിവസം കൂടി ഇതിനകത്ത് തന്നെ കഴിയാം. നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇതിനകത്ത് തന്നെ കഴിയാം. എവിടെ ഇനി ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചോളാം. എന്റെ സുരക്ഷയ്ക്ക്, എന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് ഞാനിതൊക്കെ പാലിക്കാം.
പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. എന്തൊരു ചൂടാണ്. ബാങ്കിൽ ഇങ്ങനെ വേറെ വേറിട്ട് നിർത്തിയതുകൊണ്ട് കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ട് എൻ്റെ മോൻ പൈസ അയക്കുന്നതുകൊണ്ട് ബാങ്കിലെ ലോണൊക്കെ അങ്ങനെ അടഞ്ഞ് തീരുക. നീ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒക്കെ തീർന്നിരുന്നു. ആവോ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ആരാ? ഹലോ, ആ തിരുവനന്തപുരത്ത് നിന്നാ? എന്താ മോളെ ടെസ്റ്റോ? എന്നിട്ടോ അതിന്റെ റിസൾട്ട് എന്താ സാറേ? പോസിറ്റീവോ? അയ്യോ എന്റെ ദൈവം, ഞങ്ങൾ എന്താ ചെയ്യാ? പേടിക്കണില്ല. ആ ശരി എന്നാല്. ഞാനിപ്പോ എന്താ ചെയ്യ? ആ അതെ, തിരുവനന്തപുരത്ത് നിന്നാ. മോളെ പനിയാണെന്ന്. കുഴപ്പമില്ല, ഈ കിടന്നോ? ആ എനക്ക് വെള്ളം എന്തേലും വേണോ? ആ എന്നാ ശരി, ഈ പേടിക്കണ്ട കേട്ടാ. ഓ എത്ര കൊല്ലായി അവൾ ആ കട്ടിലായിട്ട് കിടന്ന് കഴിക്കുന്നു. നീ ഭാര്യപ്പോ ഒന്ന് വിളിച്ചു നോക്ക്. ആ അവളെ കൂടത്തുള്ള ആ കുട്ടീനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, ആ ജാനറ്റ് അല്ലേ? അത് സംഗീതന്റെ അച്ഛനാ. അല്ല മോളെ, ഇപ്പൊ വിളിച്ചു പറഞ്ഞോ മോളെ ഐസിയുലാണെന്ന്. പനി കൂടിയോ? വഹിച്ചു നോക്കുണ്ടോ? ഞങ്ങള് കാര്യമല്ലാതെ എന്താ ചെയ്യ മോളെ? നിങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നുള്ളൊരു സമാധാനം അച്ഛനുള്ളത്. അതെ, ആ ഞാൻ വിളിക്കാട്ടോ. ദൈവേ എന്താ ചെയ്യ? ഞാനിനിപ്പോ ആരെയാ കാണാ? എന്റെ മോക്ക് ചെറുപ്പം മോൾക്കേ താല്പര്യമായിരുന്നു ഈ നഴ്സിംഗ്. ഓലക്കൊടിയിൽ നീർക്കിലിട്ട് കുട്ടിയാവുമ്പോ ഇന്ത്യയും രാധേന്റെയും കയ്യമ്പിൽ ഇങ്ങനെ വന്ന് കുത്തിവെക്കും. ഇഞ്ചക്ഷൻ ചെയ്യാന്നാ പറയാ. പാവം പഠിച്ച് 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 നേഴ്സായി. കഴിഞ്ഞ നിപ്പേന്റെ കാലത്തും അവളായിരുന്നു ഏറ്റവും കൂടുതൽ ഓടി നടന്നെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോ ഈ കാലത്തും ഒന്നും വരുത്തല്ലേ ദൈവേ. ഞാൻ ഇപ്പൊ ആരോടാ ഒന്ന് പോയിക്കാം. ആ ഞാനേ മെമ്പറെ ഒന്ന് കണ്ടിട്ട് വരാം. രാധേ, ഞാനൊന്നേ മെമ്പറെ കണ്ടിട്ട് വരാട്ടോ. ആ ആ മെമ്പർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞു. എന്താ ചെയ്യ? ഇപ്പൊ ഹലോ, തിരുവനന്തപുരത്തുനിന്നോ? എനിക്ക് കുട്ടിക്ക് ഐസൊന്ന് മാറ്റിന്നോ? ആവോ എന്റെ ദൈവേ. ആ ആരോഗ്യമന്ത്രിക്ക് ആ കൊടുത്തോളൂ കൊടുത്തോളൂ സാറേ. ആ മേഡം, ഞാൻ സംഗീതന്റെ അച്ഛനാ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ശരി, ആ ശരി. അതെ, ആരോഗ്യമന്ത്രിയാ വിളിച്ചത്. ആ മോളിപ്പ സെലിബ്രിറ്റി ആയിന്ന്. പേടിക്കണ്ടെന്നാ പറഞ്ഞത്. ആ എല്ലാ ജീവജാലങ്ങൾക്കും
തുണയാവണം സർക്കാർ. അത് തന്നെയാ സർക്കാർ. ഈ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ്, നന്ദിയുണ്ട് എല്ലാരോടും. നീ പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പടം വരയ്ക്കുമ്പോൾ ഇടയ്ക്ക് എന്റെ ശ്രദ്ധ ഇങ്ങോട്ട് പോകുന്ന സൂര്യകാന്തി പൂക്കൾ വരയ്ക്കാം അല്ല. പറഞ്ഞു ഇത് ഞാൻ കളിയാക്കിയതല്ല. നീ പറയുന്നത് ഞാൻ മുഴുവനായിട്ടില്ലേ? ഓക്കെ പറ. അതേ ശരിയാണ്. ഈ 21 ദിവസം ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് മനസ്സിലാകും. കവലയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, വണ്ടി എടുത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഓഫീസിലെ സുന്ദരിമാരായ പെൺകുട്ടികളോട് സ്വറപറഞ്ഞിരിക്കാൻ പറ്റില്ല, മദ്യം കിട്ടില്ല. അതെനിക്ക് മനസ്സിലാവും. 21 ദിവസം എന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും മനമടുപ്പിക്കുന്നതല്ലേ. എനിക്കറിയാം നിന്റെ പേടി കൊറോണയൊന്നുമല്ല. നിന്റെ സ്വതന്ത്രമായ ലോകത്ത് മറ്റുള്ളവര് വിലക്കുകൾ തീർക്കുന്നതിലുള്ള പേടിയാണല്ലേ. 21 ദിവസത്തിന്റെ കഥകൾ നീ പറഞ്ഞല്ലോ. 21 വർഷത്തെ കഥകൾ ഞാൻ പറയട്ടെ, 30 വർഷത്തെ കഥകൾ ഞാൻ പറയട്ടെ, 60 വർഷത്തെ കഥകൾ ഞാൻ പറയട്ടെ. ഈ 4 ചുവരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. എന്റെ അമ്മയുടെ കഥ, നിന്റെ അമ്മയുടെ കഥ. പണ്ട് നീ എന്നെ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മൊത്തം എന്നെ കൊണ്ടുവന്നിരിക്കാം, സൂര്യകാന്തി തോട്ടങ്ങളിൽ കൊണ്ടുപോകാം, പച്ച പുതച്ചിരിക്കുന്ന മലനിരകളിൽ കൊണ്ടുപോകാം. ഇന്ന് ഞാൻ കാണുന്ന പച്ചപ്പ് എന്താണെന്നറിയോ? ഇതാ. ഈ ജനല് പോലും ഞാനിപ്പോ തുറക്കാറില്ല. പക്ഷെ ഇവിടൊക്കെ ഞാൻ പോവാറുണ്ട്. എന്റെ ചിത്രങ്ങളിലൂടെ സൂര്യകാന്തി തോട്ടങ്ങളിൽ ഞാൻ പോകാറുണ്ട്. നീ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്താ എന്റെ കലാസൃഷ്ടികൾ. ഇവിടുന്ന് പോകാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ. പണ്ട് നീ പറയായിരുന്നു, മഴക്കാലത്ത് നമുക്ക് ഒന്നിച്ച് മഴ നനയാം, തണുപ്പ് കാലത്ത് നമുക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാം. ഇപ്പൊ ഞാൻ മഴ നനയുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നിങ്ങനെ കളിച്ച് നല്ല രസമാണ് ഇങ്ങനെ വീട്ടിലിരുന്ന് മഴ നനയാൻ. നിനക്കറിയോ, ചില രാത്രികളിൽ ഞാൻ നിന്നെ കാത്തിരിക്കാറുണ്ട്. എത്ര രാത്രികള് നീ വരുന്നതും കാത്ത് ഞാനിങ്ങനെ സുന്ദരിയായിട്ട്. നീ പറയാറുണ്ടായിരുന്നില്ലേ എന്റെ കണ്ണുകളാണ് എന്റെ സൗന്ദര്യം. നീ എന്നാ അവസാനമായിട്ട് അങ്ങനെ പറഞ്ഞ? ഞാൻ ഓർക്കുന്നില്ല. എന്നാലും എപ്പോഴാ പറഞ്ഞ? ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിട്ടെ, ഏതിട്ടാലും വരുമല്ലേ അല്ലേ? ഇതിടാം. അതാ എനിക്കിഷ്ടം. നിന്നെ കാത്ത് എത്ര രാത്രികൾ ഞാനിവിടെ ഇങ്ങനെ പക്ഷെ നീ വരാറുണ്ടായിരുന്നില്ല. എനിക്ക് പറയാനുള്ളതൊന്നും നീ കേൾക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് നീ മുറ്റത്ത് വളരുന്ന ചീരപ്പൂവുകളെ കുറിച്ച് പറയുന്നു. കൊഴിഞ്ഞു വീഴുന്ന കണ്ണി മാങ്ങുകൾ എനിക്ക് കൊണ്ടു തന്നിട്ട് അത് നമ്മുടെ മുറ്റത്തെയാണെന്ന് പറയുന്നു. എനിക്കിന്ന് ഒരാളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ.
കഴിയില്ലായിരിക്കും. എന്റെ കുഞ്ഞിനോട് എനിക്ക് പറയാനുണ്ട്. മലിനമാകാത്ത പുഴകളെ കുറിച്ച് പറയാനുണ്ട്, ഒലിച്ചു പോകാത്ത കുന്നുകളെ കുറിച്ച് പറയാനുണ്ട്, നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അവയൊക്കെ നശിപ്പിച്ചവരിൽ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു എന്ന് പറയണം, ക്ഷമ ചോദിക്കണം. വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. മൺമറഞ്ഞുപോയ ഒരു മഹാമാരിക്കാലത്തെ ഓർത്തുകൊണ്ട് ഇന്നിന്റെ പോരാട്ടത്തിന് കരുത്തു പകരാൻ മാരി. വൈദ്യരാ, ഒരു പഴയകാല നാട്ടുവൈദ്യൻ ചിലത് ഓർമ്മിപ്പിക്കാൻ വന്നതാ. പണ്ട്, വളരെ പണ്ട്, ഈ കുത്തിവെപ്പൊക്കെ വരുന്നതിന് മുമ്പ് വളപട്ടണം ദേശത്ത് കുരിപ്പ് വന്ന് ചാവാൻ കിടക്കുന്നവരെ കാണാൻ ഞാൻ പോവാറുണ്ട്. വെളിപ്രദേശത്ത് കുടിലുകൾ കെട്ടി മനുഷ്യവാസമില്ലാതെയാണ് ദീനക്കാരെ തടപ്പായിൽ കിടത്തുക. ഞാൻ അവിടേക്ക് ചെല്ലും. മാറാരോഗമാണ്, പകരും. അതുകൊണ്ട് തന്നെ മനുഷ്യരാരും ആ വഴി വരാറില്ല. നിങ്ങൾക്കറിയോ, കഷ്ടാണ്, കാണാൻ കഴിയില്ല. ഒരിക്കൽ പൊട്ടി ചെലവിങ്ങനെ ഒലിക്കുന്നുണ്ടാവും. ദീനക്കാരന്റെ നിലവിളി ഓ ഓ ഓ സഹിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ മരുന്ന് വെട്ടിയിൽ നിന്നും വേപ്പില വിരിച്ച് കിടത്തും. കുറച്ച് കഞ്ഞി കോരി കൊടുക്കും. അപ്പോ ദയനീയമായൊരു നോട്ടമുണ്ട്. നമ്മൾ കരഞ്ഞു പോകും. അത് കണ്ടാൽ എനിക്കറിയാം, ഇനി അധിക നേരമില്ല. ഞാൻ ബന്ധുക്കളുടെ അടുത്ത് ചെന്ന് ഭണ്ഡാരങ്ങളെ ഏൽപ്പിക്കാൻ പറയും. അവര് മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും വെളിമ്പ്രദേശത്ത് സംസ്കരിക്കും. ഇനി അവരാരുമില്ലെങ്കിൽ ഞാൻ തന്നെ അതും ചെയ്യാറുണ്ട്. എന്റെ പച്ചമരുന്നുകള് ആരെയെങ്കിലും വെട്ടിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, എനിക്കവനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. സമീപ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ദീനം വന്നവർക്കരികിൽ ഞാൻ എത്തുമായിരുന്നു. എന്നെ കാണുമ്പോ അവർക്കൊരാശ്വാസ. ഞാനപ്പോ അവർക്ക് ദൈവം ഞാൻ ഉരുക്കടുകൊട്ടി വികൃതമായ മുഖവുമായി ഉരുകിയൊലിച്ച് മഹാമാരികൾ വരുമ്പോ അറിവുള്ളവർ പറയുന്നത് അനുസരിക്കണം. അവരുടെ സ്നേഹവും കരുതലും നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ ശവമടക്കാൻ ഈ ഭൂമി തികയാതെ വരും. എനിക്ക് വേണ്ടി ആരും അമ്പലങ്ങളോ ജാറങ്ങളോ ഒന്നും പണിതിട്ടില്ല. ദൈവം പോലും കൈവിട്ടവരെ ഞാൻ ചേർത്ത് നിർത്തി. ഇതൊന്നും പണത്തിനു വേണ്ടി ആയിരുന്നില്ല. അവർക്ക് വേണ്ടി ദൈവം പാടുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാ?
നിങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ? ഇനി ഇവിടെ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പോവുക തന്നെ ചെയ്യും. വരട്ടെ. ചൂടുവെള്ളം അങ്ങോട്ട് കുടിച്ചേ. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവണല്ലേ. ആ നീ അങ്ങോട്ട് കിടന്നോളൂ. ഇല്ല അമ്മ ഇങ്ങോട്ട് പോവാനാ. ഈ തുണിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഓളെ വലിയ കുട്ടിയായിട്ട് അധിക കാലൊന്നും ആയിട്ടില്ല. ആയേ പിന്നെ എല്ലാ മാസവും ഇങ്ങനെ തന്നെ കിടന്ന് മറിഞ്ഞു ഉരുണ്ടു. ഈ ദിവസം എന്റെ ഈ സാരിത്തുമ്പിലും ചുറ്റിയിട്ട് ഓളങ്ങോട്ട് കഴിക്കും. ഇപ്രാവശ്യം കൊറോണ ആയ കാരണം സ്കൂളിൽ നിന്ന് വന്നിട്ട് വന്നിട്ടില്ല കേട്ടോ. പരീക്ഷ ആകെ കൊളായില്ലേ. നമ്മൾ ഇതൊക്കെ എത്ര അനുഭവിക്കണതാ. എന്ത് ലോക്ക്ഡൌൺ ആയാലും കൊറോണ ആയാലും പെണ്ണല്ലേ ഇതൊക്കെ അനുഭവിക്കണ്ടേന്ന്. പെണ്ണായ ഇത് മാത്രല്ല കേട്ടോ, പലതും അനുഭവിക്കേണ്ടി വരും. സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു സ്വപ്നങ്ങള്. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു എന്നറിയാം നിങ്ങക്ക്? കടല് കാണാന്ന്. കടല് കാണാത്ത മനുഷ്യന്മാരുണ്ടാവോ? മനുഷ്യന്മാരുണ്ടാവില്ല, പക്ഷെ പെണ്ണുങ്ങളുണ്ടാവും. അല്ല, പെണ്ണുങ്ങളപ്പോ മനുഷ്യന്മാരല്ലേ? ശരിയാണല്ലോ, പെണ്ണുങ്ങള് മനുഷ്യന്മാരല്ലേ? അങ്ങനെ കടല് കാണാതെ എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടുപോയില്ല. കുട്ടിയാവുമ്പോ പറയും ചെറിയ കുട്ടിയാണ്, ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന്. ചിരിയുടെ വലുതായ പറയും പെൺകുട്ടിയായി പുറത്തേക്കൊന്നും ഇറങ്ങാനേ പാടില്ല എന്ന്. ചിരിയുടെ വലുതായാലോ ഒന്നിനു മാത്രം പോകുന്നൊരു പെൺകുട്ടിയാണ്, ഇനി പുറത്തിറങ്ങാനേ പാടില്ലാന്ന്. അല്ല, ഞങ്ങൾക്ക് ഈ പുറം ലോകമൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾക്ക് ഈ ജീവിതമൊക്കെ അറിയണ്ടോ? ഓ ദാ വരൂ. ഭർത്താവാണേ വീട്ടിലിരുന്ന് മുഷിഞ്ഞിട്ട് ഫാൻ ഇടാൻ വിളിക്കാണ്. ആ TV കണ്ടോണ്ടിരിക്കണതിന്റെ ഇടയില് മൂപ്പരാ കിടക്കണോടന്ന് 2 അടി മതിയെ ആ ഫാന്റെ സ്വിച്ച് ഇടാൻ. ഇടൂല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് തന്നെ വേണം ആ ഫാന്റെ സ്വിച്ച് ഇട്ട് കൊടുക്കാന്. ഭർത്താവല്ലേ, വിളിച്ചോട്ടെ. വിളിക്കണല്ലോ, വിളിച്ചോണ്ടേ ഇരുന്നോട്ടെ. പണ്ട് കോളേജത്തെ ആർട്സിന് ക്യാമറ ആയിട്ട് വന്നതാ മൂപ്പര്. ഞാനിങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണട്ടോ, പണ്ടേ ഞാൻ സ്റ്റാർ ആയിരുന്നു. ഇത് സന്ദർഭത്തിന ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം കവചിതം. നട്ടല്ലിന്റെ ഒരറ്റത്ത് നിന്ന് മുളപൊട്ടിയ ആദ്യത്തെ ഇലയാണ് എന്റെ നാക്ക്. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അന്നൊക്കെ എന്തോരം കയ്യടികളായിരുന്നറിയോ? പിന്നെ ചോദ്യം ഉണ്ടായില്ല, ഉത്തരം ഉണ്ടായില്ല. മൂപ്പര് വന്ന് വീട്ടിൽ ചോദിച്ചു, അവര് ചായയും മിച്ചറും കൊടുത്തു. അവരെ അതങ്ങോട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇന്നെ കെട്ടിട്ട് ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ പോയി. ഈ 4.5 സെന്റ് ഭൂമിയില് ഈ ചുമരിന്റെയും ജനലിന്റെയും അടുപ്പിന്റെയും ഒക്കെ ഇടയില് നെടുവീർപ്പിന്റെ അധിപയായിട്ട് ഞാൻ അങ്ങോട്ട് വാഴ. പെണ്ണുങ്ങളെ, നമ്മളൊക്കെ കൊല്ലങ്ങളായിട്ട് ലോക്ക്ഡൌണില. പുറത്തിറങ്ങാൻ സത്യവാങ്മൂലം കൊടുക്കണം. എന്തിനു പോണു, എങ്ങോട്ട് പോണു, എപ്പോ തിരിച്ചു വരും, അങ്ങനെ എല്ലാ നാഥന്മാരെ ബോധിപ്പിക്കണം. അത്യാവശ്യ കാര്യത്തിനാണെങ്കിൽ സമ്മതം കിട്ടും, അതും തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ പോണ്ടെന്ന് പറയും. അതനുസരിച്ചില്ലെങ്കിലോ മേലെ വരടിയും കൊറടൊക്കെ എണ്ണം കൂടും.
അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഞെടുങ്ങും ചെയ്യും, റിമോട്ട് പൊട്ടും. ഇതിസ നിർബുദിന. ഈ കൊറോണ കാലം കഴിയുമ്പോക്കും ഫാനിടാൻ വിളിച്ച ആ ഭർത്താവുണ്ടല്ലോ, വേർത്തപ്പോ താനെ പോയിട്ട് ആ ഫാൻ ഇട്ടിട്ടുണ്ടാവും. വിശക്കുമ്പോ സ്വയം ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. മോള് ഇനിയും കിടന്ന് കരയുമ്പോ മൂപ്പരന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്ത് ഓളെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ടാവും. ഇത് ഒരു പ്രതീക്ഷയാണ്. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോ മൂപ്പര് ഞങ്ങളെയും കൂട്ടിയിട്ട് കായലും കടലും കുന്നും കാടും ഒക്കെ കാണാൻ കൊണ്ടു. ഈ കഴിഞ്ഞു പോകുന്ന ഇരുണ്ട കാലം എന്റെ മാത്രമല്ല, ഞങ്ങൾ ഇരുവരുടെയുമാണ്. എന്റെ മോൻ ഉണ്ണി പോയിട്ട് എത്ര സമയമായി? ഈശ്വര, അവന് വഴിയെങ്ങാനും തെറ്റിക്കാണോ? ഒരു നിശ്ചയമില്ലാത്ത കുട്ടിയാ. ഉണ്ണി, മോനെ, ഉണ്ണി. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കഴിയുന്നത്? അമ്മ വാ, ഇതാ ഇവിടെ വന്നിരിക്കി. അമ്മ ആ മനുഷ്യനെ കണ്ടില്ലേ? അമ്മയെ പോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് മക്കൾക്ക് വഴി തെറ്റിപ്പോയിട്ടാണ് ആ മനുഷ്യൻ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ നീണ്ട 32 വർഷം രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു പട്ടാളക്കാരനാണ്. സർവീസിലിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യ മരണപ്പെട്ടു. ഞങ്ങൾക്ക് 3 മക്കളായിരുന്നു, 2 ആണും 1 പെണ്ണും. വിരമിക്കാൻ സമയമായിട്ടു സ്വയം ഇഷ്ടപ്രകാരം ഞാൻ സർവീസിൽ തുടർന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, വിദേശത്ത് നല്ല ജോലി എല്ലാം ഞാൻ നേടിക്കൊടുത്തു. ഒടുവിൽ വിശ്രമ ജീവിതത്തിനായി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു കാവൽപ്പട്ടിയുടെ വില പോലും എനിക്ക് അവർ കൽപ്പിച്ചിരുന്നില്ല. ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും എനിക്ക് അനുവാദമില്ലായിരുന്നു. എന്തിനധികം ഒന്ന് കുരച്ചു തുപ്പാൻ പോലും. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റങ്ങൾ മാത്രം. അടുത്തു എല്ലാം സഹിച്ച് ഞാൻ പിടിച്ചു നിന്നു. എന്റെ കൊച്ചുമകൻ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവർ ലീവായപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ കൂട്ടിക്കൊണ്ടുവരുന്ന ജോലി എന്റേതായി മാറി. ഒരു ദിവസം ഞാൻ അവനെ കൂട്ടാൻ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും വീട്ടിലെത്തിയിട്ടും എന്റെ കൊച്ചുമകനെ കാണുന്നില്ല. ഞാൻ ആകെ പേടിച്ചു. ഞാൻ സ്കൂളിനെ ചുറ്റും നോക്കി. ഒരു സ്കൂളിന്റെ പുറകിൽ അവൻ കുട്ടികളുമായി പന്ത് കളിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ വീട്ടിലെത്താൻ എന്നും എത്തുന്ന സമയത്തിനേക്കാളും വൈകിയായിരുന്നു എത്തിയത്. അവന്റെ അമ്മ അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് കേട്ടു, എന്താണ് ഇത്രയും വൈകിയതെന്ന്. അവൻ കുട്ടിയല്ലേ. അവൻ അമ്മയോട് പറഞ്ഞു, അച്ഛൻ വരാൻ നേരം വൈകിയിട്ടാണ്. പാവം, അവനെന്തറിയാം. അന്ന് രാത്രി അവിടെ നടക്കാൻ പറ്റാത്തത് പലതും നടന്നു. ഒടുവിൽ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ ഈ പെട്ടിയുമായി ആ വീട് വിട്ടു തീർത്തായി. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ ആൽത്തറയിൽ. കൊച്ചുന്ന തണുപ്പിൽ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ എനിക്കൊരു പുതപ്പിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. കാരണം ഞാൻ കാവൽ നിൽക്കുന്നത് എന്റെ രാജ്യത്തിനും മക്കൾക്കും വേണ്ടിയാണെന്ന ഉറച്ച ലക്ഷ്യബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ എത്തിപ്പെട്ട രാത്രിയിൽ പെയ്ത മഴയുടെ തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഞാൻ ഈ ആൽത്തറയിൽ കിടന്ന് വിറയ്ക്കുമ്പോൾ എന്റെ മക്കൾ മണിമാളികയിൽ കിടന്ന് അന്തിയുറങ്ങുന്നു.
ഇതാണ് അമ്മേ മക്കൾ, രക്തബന്ധത്തിന്റെ വിലയറിയാത്ത മക്കൾ. അമ്മേ, എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഈ കൊറോണ കാലത്ത് പണക്കാരനും പാവപ്പെട്ടവനും ഭരണാധിപനും പ്രജകളും അലിഞ്ഞു ഒന്നായിത്തീരുന്ന ഈ കാലത്ത് ലോകമൊന്നാകെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് അവർ വരാതിരിക്കില്ല. അവർ വരും. എന്റെ മക്കൾ എന്നെ കൊണ്ടുപോവാൻ. അങ്ങനെ ഭാവയാമി തിയേറ്റർ ദുബൈ പ്രസൻസ് LNV ഓൺലൈൻ ഏകപാത്ര വീഡിയോ നാടകോത്സവത്തിലെ ഇന്നത്തെ ആദ്യ ഗ്രൂപ്പിലെ നാടകങ്ങളൊക്കെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട നാടകങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടകത്തിന്റെ പേരോ അതിന്റെ എൻട്രി നമ്പറോ കമന്റുകളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ഗ്രൂപ്പ് നാടകങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.